അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മസാല ദോശ, സാദാ ദോശ, ഇഡ്ഡലി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമ്മൾ ഉഴുന്ന് വടയൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ചുവന്നുള്ളി, പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളിയും ഇഞ്ചിയൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, അത് ഒഴിവാക്കാം. പക്ഷേ എനിക്ക് ഇഞ്ചി ഇട്ട് അരച്ച് ചമ്മന്തി ഉണ്ടാക്കാനത് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അധികം കൂടെ എടുത്തിട്ട് കയ്പ്പുണ്ടാവും. പിന്നെ ചുവന്നുള്ളി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി തേങ്ങ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, തേങ്ങയുടെ അടിയിൽ വെള്ളം നിൽക്കാമുള്ളൂ. എന്നാലാണ് നമുക്കൊരു ചമ്മന്തിയുടെ ഒക്കെ പരുവത്തിന് അരച്ച് കിട്ടുള്ളൂ. അപ്പോൾ തേങ്ങ മാറ്റി നോക്കിയാൽ നമുക്ക് വെള്ളം കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ തേങ്ങ മുകളിൽ നിൽക്കണം, വെള്ളം അടിയിൽ നിൽക്കണം. പിന്നെ ഇതിലും നല്ല കട്ടിയിൽ വേണമെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പം ഞാനിതൊന്ന് അരച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വാളംപുളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പുളിക്ക് വേണ്ടിയിട്ട്. ഇനി പുളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പുളി ചേർക്കാതെ ഈ ചമ്മന്തി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിതിൽ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് പുളി ചേർത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കണതാണ് ഇഷ്ടം. അപ്പോൾ വാളംപുളി ഉണ്ടായില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി അതിലേക്ക് വേപ്പില, ഉണക്കമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച ചമ്മന്തി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചമ്മന്തി വേറെ പ്രത്യേകിച്ച് തിളപ്പിക്കണ്ട കേട്ടോ. നമ്മളിത് ഒഴിക്കുമ്പോൾ തന്നെ ചൂടോടുകൂടി ഒരു തിള വരും. ആ ഒരു തിളയാണ് പാകം. അങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരുപാടിട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ പിരിഞ്ഞു പോകും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.